സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് വാദത്തിനായി മാത്രം കോടികൾ ചെലവഴിച്ച ഇടത് സർക്കാർ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ വാദത്തിനായി കപിൽ സിബൽ ആവശ്യപ്പെട്ടത് 2.35 കോടി രൂപയാണ്. അതിൽ 75 ലക്ഷം സർക്കാർ കൈമാറിയിട്ടുമുണ്ട്. നിയമോപദേശം ഉൾപ്പെടെയുള്ള ആവശ്യത്തിന് പുറമേ നിന്നുള്ള അഭിഭാഷകർക്കായി മാത്രം രണ്ടാം പിണറായി സർക്കാർ മുടക്കിയത് 9.18 കോടി രൂപയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, രാവിലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രതികരിച്ച അതിഥികൾ പറഞ്ഞ പോലെയാണ് കടമെടുപ്പ് വാദത്തിനായി മാത്രം കോടികൾ ചെലവഴിച്ച അഭിഭാഷകരെ കൊണ്ടുവരുന്നു. അവർക്ക് ഫീസ് നൽകാൻ വേണ്ടി ഒരുപക്ഷേ വീണ്ടും കടമെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്തുകൊണ്ട് ഇത്തരം ബുദ്ധിശൂന്യത ഈ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം ലാക്കാക്കി സംസ്ഥാന സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഖജനാവ് ഇങ്ങനെ കാലിയായിരിക്കും. ലക്ഷ്മി, അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് സംസ്ഥാനം കടമെടുപ്പ് പരിധി കൂട്ടണമെന്നുള്ള ആവശ്യവുമായിട്ടൊക്കെ തന്നെ നിരവധി തവണ കേന്ദ്രത്തെ സമീപിക്കുന്നു. പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നു. ആ കോടതിയിലേക്ക് പോകുന്ന കോടതി ചെലവിനും അല്ലെങ്കിൽ അവിടുത്തെ ഫീസ് ഇനത്തിന് ഉൾപ്പെടെ നൽകാനായി വീണ്ടും കടമെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോകുന്ന ഒരു അത്യപൂർവമായ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുക. അതിലാണ് സീനിയർ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബലിനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വാദിക്കാനായി അദ്ദേഹത്തിനെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന് 2.35 ലക്ഷം രൂപ ഫീസ് ഇനത്തിൽ വേണമെന്നുള്ളൊരു ആവശ്യം കപിൽ സിബൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ 75 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൈമാറുകയും ചെയ്യുന്നു. തൊട്ടു പിന്നാലെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമോപദേശം ഉൾപ്പെടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം തന്നെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നിയമോപദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി വിവിധ അഭിഭാഷകരെ, സ്വകാര്യ അഭിഭാഷകരെയും സർക്കാരിന്റെ അതല്ലാത്ത പുറത്തു നിന്നുള്ള അഭിഭാഷകരെ സമീപിച്ചതിന്റെ ഭാഗമായി 9.18 ലക്ഷം രൂപ അതിന്റെ ഭാഗമായിട്ടും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് 100 തവണ ആവർത്തിക്കുന്ന ധനമന്ത്രി, ഒപ്പം അതിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രതികരണവുമായി CPM നേതാക്കൾ തന്നെ വരുമ്പോഴാണ് ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുൻപിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ദൂർത്തിനും ആർഭാടത്തിനും ഒപ്പം തന്നെ ചെലവിനും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ പണമുണ്ട്, അല്ലെങ്കിൽ അത് കടമെടുത്തുകൊണ്ട് നൽകാനായി സർക്കാർ പ്രാപ്തരാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന നവകേരളം, കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായി കോടികളാണ് ഖജനാവിൽ നിന്ന് വകമാറ്റിയത്. അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് 4 മാസത്തിലധികമായി ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള സാധാരണക്കാരായിട്ടുള്ള പെൻഷൻകാർക്ക് എപ്പോൾ പെൻഷൻ ലഭിക്കും? ഒപ്പം തന്നെ KSRTCയിലെ ജീവനക്കാർക്ക് പെൻഷനും ശമ്പളവും മുടങ്ങാതെ ലഭിക്കുമോ? ഇനി വരുന്ന മാസങ്ങളിൽ, മാർച്ച് കഴിഞ്ഞു, ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ തന്നെ സർക്കാർ ജീവനക്കാരുടെ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങാതെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുമ്പോഴാണ് സീനിയർ അഭിഭാഷകന് വേണ്ടി ഇത്രയധികം കോടികൾ, ഒരു കേസിന്റെ മാത്രം കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി കേസുകളാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് കേസ് വാദത്തിനായി. അപ്പോൾ എത്രയധികം രൂപ കപിൽ സിബലിന് മാത്രമായി നൽകിയിട്ടുണ്ട് എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതികരിച്ച അതിഥികൾ പറഞ്ഞതുപോലെ തന്നെ കടമെടുത്ത് കടം തീർക്കേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നു. ഒപ്പം തന്നെ തൊഴിലാളി പാർട്ടിയായിട്ടുള്ള CPM അതിനെ കുടപിടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മോടി പിടിപ്പിക്കലും മുഖ്യമന്ത്രിയുടെ വീട് മോടി പിടിപ്പിക്കലും ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായി വീണ്ടും ഖജനാവിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും വകമാറ്റുന്നു. അത്തരത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയധികം ദൂർത്തും ആർഭാടവും ഒപ്പം തന്നെ അധിക ചെലവും സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഈ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന്, കടമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ ആ കേസ് പരിഗണിച്ചപ്പോഴൊക്കെ ജസ്റ്റിസ് ഉൾപ്പെടെ പറഞ്ഞത് നമ്മൾ ആ രീതിയിൽ വിദഗ്ധരല്ല, ഇതൊരു അസാധാരണ സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് കോടതി വീണ്ടും വീണ്ടും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ചർച്ചകൾ നടക്കട്ടെ എന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ചെല്ലുന്ന കേസുകളുടെ മെറിറ്റുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയം കൊണ്ട് തന്നെ ആയിരിക്കും അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ 100-ലധികം സർക്കാർ അഭിഭാഷകർ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഹൈ പ്രൊഫൈൽ അഡ്വക്കേറ്റുകളെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു മെറിറ്റെങ്കിലും ഈ ചെല്ലുന്ന വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. മാത്രമല്ല, മറ്റൊരു ആരോപണം കൂടി ഒരു പക്ഷേ നമ്മുടെ അതിഥികൾ ഉന്നയിക്കുകയുണ്ടായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ. ഒരു പക്ഷേ ഇങ്ങനെ ഈ അഭിഭാഷകർ കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ എഴുതിയെടുക്കുന്ന ഒരു രീതി കൂടി ഉണ്ടാവില്ല എന്നൊരു സംശയം കൂടി അതിൽ ഉന്നയിക്കപ്പെടുകയുണ്ടായി.
തീർച്ചയായും ലക്ഷ്മി അത് തന്നെയാണ്. കാരണം മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാകും. അത് പല ഘട്ടങ്ങളിലും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നേരിട്ടതാണ്. ഗവർണർക്കെതിരെ അടക്കം നിരവധി കേസുകളിൽ പോയപ്പോഴും തിരിച്ചടികൾ നിരവധിയാണ്. ഈ സാഹചര്യത്തിലാണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 148ഓളം സർക്കാർ അഭിഭാഷകരാണ്, അതായത് അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ 148 അഭിഭാഷകർ സർക്കാരിന് സ്വന്തമായിട്ടുണ്ട്. പക്ഷെ അവരെ ഒന്നും പരിഗണിക്കാതെ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള ഒരു അഭിഭാഷകനെ, സീനിയർ അഭിഭാഷകനെ തന്നെ ഈ കേസിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ തിരിച്ചടികൾ ഉണ്ടാകാം, അത് മറയ്ക്കാൻ ഏത് വിധേനയും സുപ്രീം കോടതിയിൽ വാദം നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഇത്തരത്തിലധികമുള്ള സീനിയർ അഭിഭാഷകരെ കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുവരിക, നിയമോപദേശം ഉൾപ്പെടെ അവരുടെ ഭാഗത്തു നിന്ന് തേടുകയും ചെയ്യുക. എന്തായാലും കനത്ത തിരിച്ചടി ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെ ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ആർഭാടവും നൂർത്തും ഒക്കെ തന്നെ തുടരുന്നതിന് പല ഘട്ടങ്ങളിലും ഇടതു മുന്നണിക്കുള്ളിൽ CPI വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകളും മറ്റ് സഹായങ്ങളും ഒക്കെ തന്നെ പെൻഡിംഗ് ആക്കി വെച്ചുകൊണ്ട് നിർമ്മാണ മേഖലയിൽ അടക്കം പ്രവർത്തനങ്ങൾ നിലച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലപ്പിച്ചുകൊണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള ചെലവുകൾ നടത്തുന്നത്. അത് നമ്മുടെ അതിഥികൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ തുകകൾ എഴുതിക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ട് അത് വകമാറ്റാനും എഴുതിയെടുക്കാനും ഒക്കെയുള്ള ഒരു ശ്രമവും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. എന്തായാലും വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുകയാണ്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള അധിക ചെലവിനെയും ധൂർത്തിനുമെതിരെയും വലിയ രീതിയിലുള്ള പരാതികളും സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. ലക്ഷ്മി, യെസ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.